അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, അക്രമം ഉപേക്ഷിക്കുക എന്നതാണ് നമ്മുടെ വിഷയം. അക്രമം, അതിൻ്റെ ഗൗരവം എത്രയാണ് എന്നത് ഓരോരുത്തർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ അറിയാതെയോ അറിഞ്ഞോ ആളുകളോട് വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ അക്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപകടം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഹറമിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുൻപുള്ള ഒരു സമയമാണ്. നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, അബൂജഹൽ ചോദിച്ചു, ആരാണ് മുഹമ്മദിൻ്റെ കഴുത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടൽമാല കൊണ്ടുപോയി ഇടുക എന്ന് ചോദിച്ചപ്പോൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലൂടെ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കൊണ്ടുപോയി വെക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്റ്റക്കായി പോവുകയും ചെയ്തു. റസൂലിന് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിയാത്ത രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ കിടന്നുപോയി, ആ സുജൂദിലായിക്കൊണ്ടിരുന്നു പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് നിന്ന് ആ കുടൽമാലകൾ നീക്കിക്കളയുന്നത്. അവിടെ ഖുർആൻ അതിനെ വിമർശിക്കുന്നുണ്ട്. അബ്ദൻ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുടക്കുണ്ടാക്കുന്നവനെ നീ കണ്ടില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഖുർആൻ അതിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൻ്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. പടച്ചോനെ, ഖുറൈശികളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് 3 തവണയാണ് വളരെ ഗൗരവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുന്നത്. അവിടെ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിപ്പിച്ചിട്ടില്ല. അവരിൽ ഉണ്ടായിരുന്ന ആളുകളെ പേരെടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിനെ, ഉത്ബയെ, ഷൈബയെ, വലീദിനെ, ഉമയ്യനെ, അതുപോലെ ഉഖബയെ ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചോനെ എന്ന് മനം പൊട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന കേട്ടപ്പോൾ വിശുദ്ധമായ ഹറമിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ അവർ ബേജാറായി പോകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് ശേഷമുള്ള സന്ദർഭത്തെ പറ്റി അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളിൽ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പേരെടുത്ത് പ്രാർത്ഥിച്ച, റസൂലിനെ പ്രയാസപ്പെടുത്തിയ, റസൂലിന്റെ മേലെ കുടൽമാല ഇട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാസ്വദിച്ച് ചാഞ്ഞും ചെരിഞ്ഞും ചിരിച്ച ആളുകളെ ആ ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളഞ്ഞു. ആ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ആളുകളിൽ അവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്. അല്ലാഹുവിനും ആ അടിമയുടെ പ്രാർത്ഥനയ്ക്കുമിടയിൽ ഒരു മറയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു നമ്മളാൽ ഒരാൾ ആക്രമിക്കപ്പെട്ടിട്ട് അയാൾ മനം പൊട്ടി അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഈ ദുർബലരൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് കുട്ടിയൊക്കെ ഒന്ന് തോണ്ടാൻ തോന്നും, ഇടങ്ങാറാക്കാൻ തോന്നും. കൂട്ടം ചേർന്നിട്ട് ഒരുത്തനെ പരിഹസിച്ച് വാക്കാൽ പ്രയാസപ്പെടുത്തും. അതിലൊക്കെ ഒരു ആസ്വാദനം ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അക്രമമാണത്, ളുൽമാണത്. അവന്റെ മനസ്സിലൊരൊറ്റപ്പെടലും സങ്കടവും ഉണ്ടാവും. അവന് പ്രയാസപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാവും. ആ മനസ്സിൽ നിന്ന് മനമുരുകി ആ മനുഷ്യനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിനും അയാൾക്കുമിടയിലും മറയില്ലാന്ന്, ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നത് നമ്മൾ ഗൗരവത്തെ മനസ്സിലാണ്. എപ്പോഴും പേടിക്കണം. ഒരു മനുഷ്യനെ നമ്മളെക്കാൾ ദുർബലനായ ഒരുത്തനെ ഇങ്ങനെ ഇടങ്ങാറാക്കുമ്പോൾ പേടിക്കണം. അള്ളാഹ്ക്കും അയാൾക്കും ഇടയിൽ മറയില്ല എന്ന ഗൗരവപ്പെട്ട വിഷയം നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തദാലമു. എൻ്റെ അടിമകളെ, ഞാൻ എനിക്കു തന്നെ അക്രമത്തെ ഹറാമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിടയിലും നിങ്ങൾ ആളുകൾ തമ്മിൽ അക്രമിക്കുന്നതിനെ ഞാൻ ഹറാമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പരസ്പരം അക്രമിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിന്റെ വാക്കുകളായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിക്കാണ്, സ്വഹാബത്തെ നിങ്ങൾക്കറിയാമോ ആരാണ് പാപ്പരായവൻ, എല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കും, പണമൊക്കെ വല്ലാതെ കടക്കത്ത് കയറി സാമ്പത്തിക പ്രയാസത്തിലായവനല്ലേ റസൂലേ ഈ പാപ്പരായവൻ എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യൻ നമസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ, പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്. അയാൾ ചില ആളുകളെ തെറി പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, ചിലരെ പറ്റി വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്, ആളുകളുടെ ധനം അന്യായമായി തട്ടിപ്പറച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചില ആളുകളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, ചിലരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ഈ സാമ്പത്തികമായ ഉപദ്രവം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളടുത്ത് നിന്ന് കടം വാങ്ങും, ഒരാളടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു കടമായിട്ട് കൊടുക്കാതിരിക്കൽ ഗുൽമാണ്. ഇതൊക്കെ നമ്മളുടെ ജീവിതമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആളെ തെറി വിളിക്കലും ചീത്ത പറയലും അത് ഗുൽമാണ്. ഒരുത്തനെ അടിച്ചവനെ പരിക്കേൽപ്പിക്കൽ അത് ഗുൽമാണ്. ഇത് വേറെ എവിടെയോ ഉള്ളതായിട്ട് നമ്മൾ കാണരുത്. നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വലിയ അമലുകളുമായി വന്ന മനുഷ്യൻ, ഇവനാൽ അക്രമം നേരിട്ട ആളുകൾക്ക് ഇവന്റെ അമലുകൾ അള്ളാഹു വീതിച്ചു കൊടുക്കും. അമലുകൾ നമ്മൾക്ക് പരലോകത്ത് കൂട്ടിനുണ്ടാകല അമലുകളാണ്, കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ പടച്ചോൻ അയാളാൽ ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. എന്നിട്ട് അയാളുടെ അമലുകൾ തീരും. അയാളുടെ അമലുകൾ തീരുമ്പോൾ ഇവരുടെ ബാക്കിയുള്ളവരുടെ തിന്മകൾ ഇയാൾക്കുമേൽ ചാർത്തപ്പെട്ടിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരുപാട് കർമ്മങ്ങളുമായി വന്നിട്ട് അയാളുടെ ഉപദ്രവം കാരണം, ദുൽമ് കാരണം അയാളുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാവുകയും മറ്റുള്ളവരുടെ മോശമായ പ്രവർത്തനങ്ങൾ പോലും അയാളിലേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഹദീസുകളാണ്, നമുക്കൊക്കെ അറിയാവുന്ന സംഭവങ്ങളുമാണ്, പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഗൗരവമുള്ളതാണ്. നമ്മളുടെ വാക്കുകൊണ്ട്, നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ സംസാരം കൊണ്ട്, മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവമേൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിനും അയാൾക്കും ഇടയിൽ മറയില്ല എന്നത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഈ വിഷയത്തെ ഗൗരവത്തിൽ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ വളരെ കൃത്യമായ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.